ആയിരത്തൊന്ന് ഓണങ്ങളുടെ വൺ ലൈൻ എനിക്ക് കിട്ടിയ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ശരിക്ക് സർക്കിട്ടും ആയിരത്തൊന്ന് ഓണങ്ങളുടെ മുൻപ് എഴുതി വെച്ച സ്ക്രിപ്റ്റ് തന്നെയാണ്. സർക്കിട്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഏറ്റവും മർമ്മം വന്നത് ആസിഫ് അലിയാണ്. എന്ത് അപ്പൊ ഫാത്തിമാന്റെ ഉറക്കം ചരിത്രത്തിന്റെ ഒപ്പം. വൺ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇത്തവണ നമ്മളുമായിട്ട് സംവദിക്കാൻ എത്തിയിരിക്കുന്നത് പ്രവാസ ലോകത്തെ തിരക്കഥാകൃത്ത്, സംവിധായകൻ, നിർമ്മാതാവ് എല്ലാമായിട്ടുള്ള എൻ്റെ ആത്മസുഹൃത്തു കൂടിയായിട്ടുള്ള താമർ KV ആണ്. 101 നുണകൾ, സർക്കിട്ട്, 2 സിനിമകൾ തന്നെ ഇപ്പോൾ താമറിനെ അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഫെമിനിസ്റ്റ് ഫാത്തിമ ഇനി തിയേറ്ററുകളിലേക്ക് വരാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് മറ്റ് സിനിമാ സംരംഭങ്ങളുമായിട്ടും ചേർന്ന് പ്രവർത്തിക്കുകയാണ് താമർ KV. താമർ, സന്തോഷം. എനിക്കും ഒരുപാട് സന്തോഷം ഇങ്ങനെ നാസർക്കാട് കൂടെ വന്നിരിക്കാൻ പറ്റിയതിൽ. നമ്മൾ കാണുന്നത് 2014 ദുബൈ ഫിലിം ഫെസ്റ്റിവലിൻ്റെ വേദിയിൽ ജുമൈറയിലാണ്. യാദൃശ്ചികമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതെ അതെ, ഓർക്കുന്നുണ്ടോ അത്? ഉണ്ട്. ഞാൻ ഇന്നിപ്പോൾ ഈ പരിപാടിക്ക് വിളിച്ചപ്പോൾ ഞാൻ ആദ്യം ഓർത്തതും അത് തന്നെയായിരുന്നു. കാരണം അന്ന് എനിക്ക് ശരിക്കും ആ ദുബായ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിൻ്റെ ആ വേദിയുടെ വലുപ്പം അത്ര അറിയുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊരു ഷോർട്ട് ഫിലിം ചെയ്തു. അതൊരു മൊബൈലിൽ ചെയ്ത ഷോർട്ട് ഫിലിമായിരുന്നു. അതിന് സെലക്ഷൻ കിട്ടി 72 kg. അതിൻ്റെ റിസൾട്ട് പറയുന്ന ദിവസമാണ്. അപ്പോൾ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള ആളുകളെയാണ് ആ വേദിയിലോട്ട് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു വളരെ സാധാ ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് പരിപാടിക്ക് പോയത്. പക്ഷെ അവിടെ പോയി അപ്പോൾ അവിടെ തന്നെ ഒരു മാനേജർ വന്ന് ചോദിച്ചു, താമറാണല്ലേ? അപ്പോൾ അവർക്കറിയാം നമ്മൾ എന്തോ ഒരു അവാർഡ് എനിക്ക് അന്ന് അവാർഡ് തന്നത് ഷെയ്ഖ് മൻസൂറാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു അവരുടെ പ്രോട്ടോക്കോളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കത് അത്ര വലിപ്പം ബോധം ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്നോട് ചെയ്ത് ഡ്രസ്സ് ഇട്ടാളെ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി പണി പാളി. എനിവേ അവിടെ നിന്നിട്ട് അവാർഡ് കിട്ടി. അപ്പോൾ അവാർഡ് നമുക്ക് സെക്കൻഡ് പ്രൈസാണെന്ന് ആ സിനിമയ്ക്ക് ലഭിച്ചത്. ഈ അവാർഡ് കിട്ടിയിട്ട് ഒരു കയ്യിൽ ട്രോഫിയുണ്ട്, സർട്ടിഫിക്കറ്റും ഉണ്ട്. ഇനി ഇതെന്താണെന്ന് അറിയാതെ പിടിച്ച് പുറത്തേക്ക് നടന്നു വരുമ്പോഴാണ് നാസർ ഖാനെ കാണുന്നത്. അപ്പോൾ നാസർ ഖാൻ ആകെ പരിചയമുള്ളത് TV കണ്ടിട്ടും നമ്മൾ ന്യൂസ് കണ്ടിട്ടും ഒക്കെ ഉള്ളൊരിതാണ്. അപ്പം നാസർ ഖാൻ ഇതെന്താ, നിങ്ങൾക്ക് എന്താ ഇവിടെ കിട്ടിയത്? അങ്ങനെ അവാർഡ് കിട്ടിയിട്ടാണ്. അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ടാണ് ആ സ്റ്റോറിയൊക്കെ ചെയ്തത്. എന്നെ അത്ഭുതപ്പെടുത്തിയത്, കാരണം ഫിലിം ഫെസ്റ്റിവലൊക്കെ ഇങ്ങനെ അന്ന് ഇതാവുന്നുണ്ടെങ്കിൽ പോലും മലയാളികളുടെ ഒരു പങ്കാളിത്തം, പ്രാമുഖ്യം എന്നത് കാഴ്ചക്കാരായിട്ട് വരുമെന്നല്ലാതെ ഇതിലൊന്നൊരു ഇടം കിട്ടുന്നത് അപ്പോൾ ഷോർട്ട് ഫിലിമിനോടെ മത്സരം ഉണ്ടെന്ന് പോലും ഞാൻ അറിയുന്ന ആ ഒരു ഘട്ടത്തിലാണ്. പിന്നീട് അന്നത്തെ താമർ ഇപ്പോൾ 2014 കഴിഞ്ഞപ്പോൾ നമ്മൾ 2025 ഒക്ടോബറിൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ താമർ ഒരുപാട് വലുതായി എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല. അല്ല, ആക്ച്വലി നമ്മൾ ഗൾഫിലോട്ട് വന്ന സമയത്ത് തന്നെ നമുക്കൊരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ വെറും ഗൾഫുകാരനായിട്ട് ഒരിക്കലും ഒതുങ്ങിക്കൂടരുത്, നമ്മുടെ സ്വപ്നങ്ങൾ എന്താണോ അത് ചെയ്യണം. അപ്പോൾ ആ ഷോർട്ട് ഫിലിം ഒന്ന് ആ രീതിയിലാണ് ചെയ്തത്. അതിൻ്റെ മുൻപ് നമ്മളൊരു ഷോർട്ട് ഫിലിം ചെയ്തു, ഒരു മൊബൈലിൽ ചെയ്തു. അത് എന്നിട്ട് അന്നത്തെ ഫേസ്ബുക്കിലും മറ്റൊക്കെ വാപ്ചിക്കഥ അല്ല, അതിന് മുന്നേ അതങ്ങനെ അധികം ആൾ എത്രയും പ്രിയപ്പെട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ വന്ന സമയത്ത് കത്തുകളില്ലാതായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഉപ്പയും ഇവരൊക്കെ കത്ത് വായിക്കണതൊക്കെ. അപ്പോൾ എനിക്കറിയാം കത്തില്ലല്ലോ. എന്നാൽ ഇന്നത്തെ കാലത്ത് ഒരു മകൻ ഉമ്മാക്ക് കത്ത് എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും? അത് ജസ്റ്റ് ഒരു കത്ത് എഴുതി ഒരു മൊബൈലിൽ അത് റെക്കോർഡ് ചെയ്തു. എന്നിട്ട് അത് എൻ്റെ ഒരു കൂട്ടുകാരനെ വെച്ചിട്ട് ഞാൻ വെറുതെ ഷൂട്ട് ചെയ്തു. അപ്പോൾ ബേസിക്കലി അതൊരു കത്താണ്, എത്രയും പ്രിയപ്പെട്ടാണ്. ഇതിന് എനിക്ക് നല്ല റീച്ചൊക്കെ കിട്ടി. കുറേ ഈ ഫേസ്ബുക്ക് കൂട്ടായ്മകളും അതിലൊക്കെ അതിങ്ങനെ ആളുകൾക്ക് അതിൻ്റെ ആ ഒരു നൊസ്റ്റാൾജിയും അതിൻ്റെ ഇമോഷനൊക്കെ മനസ്സിലായി. അതാണ് ഫസ്റ്റ് മൊബൈലിൽ ചെയ്തത്. അപ്പോഴും ആഗ്രഹം ഇതാണ്, നമ്മൾ നാട്ടിൽ പഠിക്കുന്ന കാലത്തൊക്കെ സിനിമയും ഇതൊക്കെ സ്വപ്നമാണ്. പക്ഷേ ഇങ്ങോട്ട് വരേണ്ടി വന്നു. എന്നാൽ ഒരിക്കലും ഇത് അവസാനിപ്പിക്കരുത്, എന്തെങ്കിലും ഇതിന് വേണ്ടി ചെയ്യണം എന്നുള്ള ഒരു ഡ്രൈവ് ഉണ്ടായിരുന്നു. അതാണ് പിന്നെ സിനിമയൊക്കെ ആയിട്ട് ഇങ്ങനെ എത്തിച്ചതെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ആ വാർത്ത എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഇനി എന്താണ് പ്രൊജക്റ്റ് എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉള്ളത്. ഞാൻ എൻ്റെ ഉള്ളിലന്ന് കരുതിയതൊക്കെ നടക്കുന്നതാണോ? കാരണം നമുക്കറിയാം ഈ പ്രവാസ ലോകത്ത് നമ്മൾ ആഗ്രഹിച്ചാൽ പോലും ഈ ജോലി തിരക്കുകൾക്കിടയിൽ എന്ത് നടക്കുന്നു. പക്ഷേ എന്നെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് താമർ അതിൽ തന്നെ ശ്രദ്ധ പതിപ്പിക്കുകയും അതിൽ മുന്നോട്ട് പോകുന്നു. പിന്നെ പരസ്യചിത്രങ്ങളായിട്ട്, അതോടൊപ്പം തന്നെ ഷോർട്ട് ഫിലിമുകളായിട്ട്, ഒടുവിൽ വലിയ കൂറ്റൻ ഫീച്ചർ ഫിലിമുകളായിട്ടൊക്കെ മാറാൻ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നത് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് നല്ല ഭാഗ്യമുണ്ട് എന്നാണ്. അത് കാരണം എനിക്കറിയാം സിനിമയ്ക്ക് വേണ്ടിയിട്ടൊക്കെ കുറേ പേര് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ അത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് 101 ഓണകളുടെ ഷൂട്ടിംഗ് യൂണിറ്റ് നാട്ടിൽ നിന്ന് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇപ്പം ഫെമിനിസ്റ്റ് ഫാത്തിമയുടെ ഡയറക്ടർ അന്ന് അതിലുണ്ടായിരുന്നു, സ്പോട്ട് എഡിറ്ററായിട്ട്. അപ്പോൾ അവൻ എന്നെ കണ്ടേക്ക് തന്നെ ചോദിച്ചത്, നിങ്ങളെങ്ങനെ ഗൾഫിൽ നിന്ന് സിനിമ ഉണ്ടാക്കിയെന്നാണ്. കാരണം അവരിത് വർഷങ്ങളായിട്ട് നാട്ടിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ആ ഒരു ഭാഗ്യത്തിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ ആത്മാർത്ഥമായിട്ടൊരു പരിശ്രമം ഉണ്ടായപ്പോൾ അതിന് കിട്ടുന്ന റിസൾട്ടായിരിക്കും. കാരണം നമ്മളത് ആത്മാർത്ഥമായിട്ട് സ്വപ്നം കണ്ടതാണ്. അതിനെക്കുറിച്ച്
ഭയങ്കര വിജിലാൻ്റ് ആയിരുന്നു, എന്താണ് ചെയ്യാൻ പറ്റുക. ഈവൻ 1900 സിനിമ പോലും ഷേപ്പ് ചെയ്തത് ആ രീതിയിലാണ്. അതായത് ഇവിടെ നിൽക്കണം. കാരണം ഞാൻ വരുന്നത് വളരെ ഒരു മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്. അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി കുറേ നടന്നാൽ നമുക്കതറിയാം, ഇത് രണ്ട് എക്സ്ട്രീമാണുള്ളത്. ഒന്നെങ്കിൽ നമ്മൾ എത്തേണ്ടടുത്ത് എത്തും, അതല്ലെങ്കിൽ അത് എങ്ങും എത്താതെ പോകും. അപ്പോൾ എനിക്ക് ആദ്യം ഒരു ഉറപ്പുണ്ടായിരുന്നു, ഉമ്മാനിപ്പാനൊന്നും വിഷമത്തിലാക്കരുത്, കാരണം വാപ്പൊക്കെ നമുക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ടതാണ്. അപ്പം ആ ഭാഗം എന്തായാലും സേഫ് ആക്കണം എന്നുണ്ട്. ശരിക്കും അതൊരു സ്വാർത്ഥതയാണ്, അങ്ങനെയാണോ സ്വപ്നത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അതെന്തായാലും സേഫ് ആക്കണമെന്ന് ഉറപ്പിച്ചിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ജോലി ചെയ്യണം. എന്നാൽ നമ്മുടെ ഇങ്ങനത്തെ ആഗ്രഹങ്ങളുണ്ട്, ഇതും ഇല്ലാതായി പോകരുത്, അതിനു വേണ്ടി മാത്രം ശ്രമിച്ചിട്ട് എന്നുള്ളൊരു ഡ്രൈവ് ഉണ്ടായിരുന്നു. കാരണം ഇവിടെയൊക്കെ അന്ന് ഫിലിം ഫെസ്റ്റിവലൊക്കെ നിരന്തരമായിട്ട് സജീവമായി പങ്കെടുത്തിരുന്ന ജോയ് മാത്യു ഒക്കെ പിന്നീട് നാട്ടിൽ പോയിട്ടാണ് ഒരു ഫിലിമിൻ്റെ ലോകത്തേക്ക് വരുന്നതും ഒരു നടൻ എന്ന നിലക്കൊക്കെ അടയാളപ്പെടുത്തപ്പെട്ട ഒരു സാഹചര്യം. പക്ഷേ താമര ആ ഘട്ടത്തിൽ ഇവിടെ തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് ഈ സാധ്യതകളെ പരമാവധി പിന്നെ പ്രയോജനപ്പെടുത്തി, അതിൻ്റെ റിസൾട്ട് കൂടിയാണ് 1001 നുണകളും അതോടൊപ്പം തന്നെ ഈ സർക്യൂട്ടും ഒക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതന്നെ, അത് നമ്മളിപ്പോൾ ഇത് രണ്ടും കൂടെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ശ്രമം നടത്തി. പിന്നെ ശരിക്കും ഗൾഫ് വലിയ പൊട്ടൻഷ്യലുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ പണ്ട് നമുക്കറിയാം 100 തിയേറ്ററുകൾ റിലീസ് എന്നാണ് ഒരു മലയാള പടം വരുമ്പോൾ പറയുക, കേരളത്തിൽ റിലീസ്. ഇന്ന് അതിനേക്കാൾ കൂടുതൽ തിയേറ്റർ റിലീസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ദുബായ്. പ്രത്യേകിച്ച് ഏതൊരു വലിയ മലയാള സിനിമ റിലീസ് ചെയ്യുമ്പോഴും അതിൻ്റെ തലേന്ന് ഇവൻറ്റിന് എല്ലാ സ്റ്റാറും ആർട്ടിസ്റ്റുകളും എത്തുന്നത് ഇവിടെയാണ്. അത്രയും വലിയ മാർക്കറ്റാണ്. അപ്പോൾ എനിക്കറിയാമായിരുന്നു ഇവിടെ എന്തായാലും അത്രയും ജീവിതങ്ങളുണ്ട്, എന്തായാലും നാട്ടിലതിനെക്കാളും നല്ല ചായയും ഭക്ഷണവും കൊടുക്കുന്ന സ്ഥലം. അപ്പോൾ ഇവിടെയും കുറേ കഥയുണ്ടല്ലോ, അപ്പോൾ അത് പറയണം, അതിനുവേണ്ടി ശ്രമം നടത്തി. അതാണ് 1001 നുണകൾ എന്ന് പറഞ്ഞാൽ ഒരു രാത്രി ഒരു പിന്നെ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വരണ്ടു പോകാൻ സാധ്യതയുള്ള ഒരു പ്രമേയമാണ്. പക്ഷേ അസാമാന്യമായിട്ടുള്ള ദുഃഖത്തോടു കൂടി, അതും അത്ഭുതപ്പെടുത്തുന്ന ഇവിടെ നിന്നുള്ള പ്രവാസ ലോകത്തു നിന്നുള്ള ഒരുപാട് പ്രതിഭകളുടെ വളരെ മനോഹരമായിട്ടുള്ള ആവിഷ്കാരങ്ങൾ ആ സിനിമയുടെ ഒരു പ്രത്യേകതയായിരുന്നു. അത്രയൊക്കെ പിന്നെ ഇത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്രമാത്രം സൂക്ഷ്മമായി തന്നെ ആയിരുന്നു ആ പടം കൈകാര്യം ചെയ്തതും പൂർത്തീകരിച്ചതും. ശ്രദ്ധിക്കപ്പെടും എന്നുള്ളത് നമുക്കതിനെ ഉറപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് ഒരു ഞാനിങ്ങനെ കഥകൾ ഡിസ്കസ് ചെയ്യുന്ന കൂട്ടുകാരുണ്ട്. അതായത് നമ്മൾ നല്ല സിനിമകൾ കണ്ടിട്ട് ചർച്ച ചെയ്യും, അല്ലെങ്കിൽ ആ സിനിമകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെ എൻ്റെ ഏറ്റവും വലിയ ശല്യം ഞാൻ പറയുന്ന കഥകളാണ്. ഞാൻ ഇങ്ങനെ വിളിച്ച് വൺ ലൈനുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ 1001 നുണകളുടെ വൺ ലൈൻ എനിക്ക് കിട്ടിയ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഈവൻ അത് ഗൾഫിൽ നടക്കുന്ന കഥയാണെങ്കിൽ കൂടെ അത് യൂണിവേഴ്സലാണ്. ആ തീം ഏതൊരു ഭാര്യ ഭർത്താവിനും കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏത് ഫാമിലിയിലൊക്കെ വർക്കാവുന്ന. അപ്പോൾ എനിക്ക് അതിൽ ഭയങ്കര ഹൈ ഉണ്ടായിരുന്നു. ഇത് അടിക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റാണ് എന്നുള്ളൊരു തോന്നൽ അപ്പോൾ തോന്നിയിരുന്നു. പക്ഷേ പിന്നെ നമുക്കത് ഒരു സങ്കടമായി മാറി. കാരണം ഞാനിത് നാട്ടിലുള്ള 1-2 പ്രൊഡ്യൂസേഴ്സിനെ വിളിച്ച് പറഞ്ഞപ്പോൾ പെർഫെക്റ്റ് സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇറ്റലിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൊരു പടം, ഇതിനുമായിട്ട് സാമ്യമുണ്ട് എന്നാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം, അയ്യോ നമ്മൾ ആഗ്രഹിച്ച പോലെ ഒത്തു വന്നതായിരുന്നല്ലോ, പക്ഷേ ഇതിപ്പോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയല്ല. അപ്പം ഞാൻ ഉറപ്പിച്ചു, എന്തായാലും ആദ്യത്തെ പടം അങ്ങനെ കോപ്പി അടിച്ച പടം ചെയ്യേണ്ട, ഇത് ചെയ്യുന്നില്ല എന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. അങ്ങനെ 2016 എഴുതിയ സ്ക്രിപ്റ്റാണ് ശരിക്ക് 1001 നുണകൾ. എന്നിട്ട് ചെയ്യേണ്ട എന്ന് അങ്ങ് തീരുമാനിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. പിന്നെ 1-2 സിനിമയിലൊക്കെ ഉള്ള സക്കരിയ, ഖാലിദ് റഹ്മാൻ ഇവരൊക്കെ ആയിട്ടൊക്കെ സംസാരിച്ചു. അപ്പം അങ്ങനെ സിനിമ ചെയ്യണം, അവരുടെ കഥകളൊക്കെ കേൾക്കുമ്പോൾ അവർ പറഞ്ഞു, ഇടപെട്ട നീ മറ്റാളെ വാക്ക് കേട്ടിട്ട് ആ പടം ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, അത് ചെയ്തോ എന്ന് അവരിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴും നമുക്കൊരു പേടിയുണ്ടല്ലോ, കാരണം ഫസ്റ്റ് പടം ഒരിക്കലും ഒരു കോപ്പി അടിച്ചെന്നുള്ള പേര് വരരുത്. ഒരു ദിവസം ഇതിലൊരു ഡയറക്ടർ എന്നോട് ചോദിച്ചു, നീ അത് ചെയ്യണില്ലെങ്കിൽ ഞാൻ ആ പടം ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, പുള്ളിക്ക് ഇത് ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അത് പേടിക്കുന്നത് വിചാരിച്ചിട്ട് പിന്നെ അങ്ങ് സിനിമ ചെയ്തതാണ്. പക്ഷെ അത് ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടെ അതിൻ്റേതായ സ്പേസ് കണ്ടെത്താനും. ഞാൻ അതിൻ്റെ പ്രിവ്യൂ ഒന്ന് കണ്ടപ്പോൾ എനിക്ക് തുടക്കത്തിലും ഈ ഭീതി ഉണ്ടായിരുന്നു. കാരണം ഇത്രയും ചുരുങ്ങിയ ഒരു പ്രതലത്തിൽ നിന്ന് ഒരു പടം എടുക്കുമ്പം, അതും അവനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സ്വപ്ന പദ്ധതിയാണ്, അത് ആളുകൾ ചെയ്യും. പക്ഷെ അത് പടം കഴിഞ്ഞപ്പോൾ ആളുകളുടെ കരഘോഷം കേൾക്കുമ്പോൾ അത് നമ്മൾ ചെയ്തൊരു പടത്തിന് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ടാണ് ആ രാത്രി ആ തിയേറ്ററിൽ നമുക്ക് അനുഭവപ്പെട്ടത്. അത് നാസർ പറഞ്ഞ പോലെ അതിൽ സംഭവിച്ച മറ്റൊരു ഗുണം, അതിൽ കാസ്റ്റ് ചെയ്ത ആളുകളെല്ലാം ഇവിടെ നിന്നുള്ളവരാണ്. 12-ൽ 8 പേര് ഇവിടെ ഉള്ളവരാണ്. എന്നെപ്പോലെ സ്വപ്നം കണ്ട ആളുകളാണ് അവരും ഭയങ്കര ടാലൻ്റ് ഉള്ള ഒരു വേദിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ എല്ലാവർക്കും അവരുടെ ബെസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൗണ്ട് കിട്ടിയപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങ് നന്നായി പെർഫോം ചെയ്തു. അത് ആ സിനിമയുടെ ഏറ്റവും കൂടുതൽ വന്ന പോസ്റ്റുകളൊന്നും ഇത്രയും പുതിയ ആൾക്കാരെ വെച്ച് എങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. അത് അവരെ കണ്ടെത്തിയെന്നേ ഉള്ളൂ. അവർക്കൊക്കെ ഉള്ളിൽ ഭയങ്കര ഫയറും സ്പാർക്കും ഉണ്ടായിരുന്നു. അവർക്ക് അവരുടെ റോള് എല്ലാവരും ഗംഭീരമാക്കി. അത് ഭയങ്കര ഗംഭീരമായിട്ടാണ് ചെയ്തത്. അതിലെന്തായാലും ഒരാളെങ്കിലും ഒന്ന് പാളിയിരുന്നെങ്കിൽ കൂടെ നമുക്കത് സിനിമ കയ്യിൽ നിന്ന് പോകുമായിരുന്നു. അങ്ങനെ സലീം അഹമ്മദ് എങ്ങനെ ഇതിൻ്റെ നിർമ്മാതാവായി? സലീം സാറും
സുധീഷ് ചേട്ടനും ഇവിടെയുള്ള അഡ്വക്കേറ്റ് ഹാഷിഖ് ഇവർ പത്തേമാരി എന്ന് പറഞ്ഞൊരു പടം മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അവർ ആ പടം വർക്കായി. അതുപോലെ ഇനി ഇവർ തമ്മിൽ തന്നെ ഒരു സിനിമ കൂടെ ഗൾഫിൽ വെച്ച് ചെയ്യണം എന്നുള്ള ഒരു ചർച്ച സംഭവിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സെക്രട്ടറിയാണ് അവരോട് പറഞ്ഞത് ഇങ്ങനെ താമരൻ്റെ ഒരു പരിപാടി ഉണ്ടെന്ന് കേട്ട് വെക്കുമെന്നാണ്. അങ്ങനെ ഇത് സലീം സാർ ഇവിടെ ഒരിക്കൽ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ സാർ ആദ്യമായിട്ട് കാണുന്ന ദിവസം തന്നെ സാറ് പറഞ്ഞു ഇത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോളാം എന്ന് പറഞ്ഞു. 4ാമത്തെ ദിവസം നമ്മൾ പ്രസ് റിലീസ് നടത്തിയിട്ട് ഇതങ്ങ് അനൗൺസ് ചെയ്തു. പിന്നെ ആ സമയത്ത് ആക്ച്വലി മലയാള സിനിമ അങ്ങനത്തെ വ്യത്യസ്തമായ കണ്ടൻറ്റുകളൊക്കെ നോക്കി കാണുന്ന ഒരു മൊമെൻറ്റും ആയിരുന്നു. ഇതിൽ വലിപ്പം സ്റ്റാറിൻ്റെ ആവശ്യമൊന്നുമില്ല, നല്ല കണ്ടൻറ്റ് വന്നാൽ ആളുകൾ ആക്സെപ്റ്റ് ചെയ്യും. കാരണം നമ്മുടെ തൊട്ട് മുന്നായിട്ടാണ് തിങ്കളാഴ്ച നിശ്ചയം വന്നത്. അപ്പോൾ അത് ഇത്തരത്തിലൊരു പ്രൊഡ്യൂസേഴ്സിന് പോലും കോൺഫിഡൻസ് നൽകുന്ന ഒരു ഇതായിരുന്നു. പിന്നെ ആ സമയത്ത് OTT പ്ലാറ്റ്ഫോമുകൾ ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ നോക്കാൻ തുടങ്ങി. അപ്പം നല്ല കണ്ടൻ്റ് ആണെങ്കിൽ അത് വർക്കാവും എന്നുള്ളൊരു പ്രതീക്ഷയും അല്ല. അത് കഴിഞ്ഞിട്ട് നേരെ സർക്കിട്ടിലേക്ക് വരുന്നു. സർക്കിട്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഏറ്റവും മർമ്മം വന്നത് ആസിഫ് അലിയാണ്. ആമിർ എന്നുള്ള ഒരു ക്യാരക്ടർ ഇപ്പോഴും ഉണ്ടല്ലോ, അത് കൊളുത്തി വലിക്കുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് ഇപ്പോഴും ഫീൽ ചെയ്യാണ്. ആമിർ എന്നുള്ളൊരു ക്യാരക്ടറിന് ആസിഫ് അലി കൊടുത്ത്. ആസിഫ് അലിയെ സംബന്ധിച്ചിടത്തോളം ലെവൽ ക്രോസ്, രേഖാചിത്രം, അതോടൊപ്പം തന്നെ കിഷ്കിന്ധകാന്ഡം, ഒരുപാട് നല്ല പടങ്ങളുടെ ഇടയിൽ സർക്കിട്ടും ഈ അർത്ഥത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. ശരിക്കും ആസിക്ക 1001 പടങ്ങൾ കണ്ടിട്ട് ഒരു ദിവസം രാത്രി എനിക്ക് ഇൻസ്റ്റയിലൊരു മെസ്സേജ് അയച്ചു, വാച്ച് യുവർ ഫിലിം, നമ്പർ സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുത്തെ ഏകദേശം നാട്ടിലെ പുലർച്ചെ 3 മണിക്ക് എനിക്ക് തോന്നുന്നു ആസിക്കയും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള നവീൻ അവർ രണ്ടുപേരും കൂടി യാത്ര പോകുന്ന വഴിയിൽ ട്രെയിനിൽ ഇരുന്നിട്ടാണ് ഈ സിനിമ കണ്ടത്. സിനിമ കണ്ടവർക്ക് എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. 1001 നമുക്കൊരു മുൻധാരണ ഉണ്ട് സിനിമയിൽ ഇങ്ങനെ ഭയങ്കര മത്സരമായിരിക്കും ഇത്, പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അപ്പോൾ 1001 നമ്മൾ ഈ പുതിയ ആൾക്കാരെ എനിക്ക് ഭയങ്കര റിസപ്ഷനാണ് കിട്ടിയത്. ഒരുപാട് നടന്മാർ വിളിക്കുന്നു, പല വേദികൾ അവർ തന്നെ അതിനെപ്പറ്റി സംസാരിക്കുന്നു, പോസ്റ്റ് ഇടുന്നു, ഡയറക്ടേഴ്സ് ഇതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ആളുകൾ നമ്മുടെ കയ്യിലൊരു സാധനം ഉണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതായി. അതുപോലെ രാത്രി ആസിക്ക വിളിച്ചിട്ട് ഈ സിനിമ കണ്ടു, എന്നിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റണമെന്നാണ്. അപ്പം തന്നെ ഞാൻ വന്നാൽ എൻ്റെ ഒരു കഥ ഉണ്ട്, ഞാൻ പറയട്ടെ ചോദിച്ചു. അങ്ങനെ കുറച്ച് പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു 1001 ഇറങ്ങി ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ആസിഖാൻ്റെ അടുത്ത് പോയിട്ട് ഈ കഥ പറഞ്ഞു. കഥ കേട്ടത് ആസിഖാൻ നമുക്ക് ചെയ്യാടാന്ന് പറഞ്ഞു. അങ്ങനെയാണ് സർക്കിട്ട് പെട്ടെന്ന് ഇതായത്. ഞാൻ മമ്മൂട്ടിയുടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട പടം ഇങ്ങനെ അതിൻ്റെ റിവ്യൂവും അതിൻ്റെ റിലീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മമ്മൂട്ടിയുടെ വാർത്താ സമ്മേളനത്തിൽ ഞാൻ ചോദിച്ചു, ആസിഫ് അലിയോട് നിങ്ങൾ നീതി ചെയ്തില്ല എന്നാണ് വ്യക്തിപരമായി എനിക്ക് തോന്നുന്നത്. കാരണം കണ്ണുകൾ മാത്രം വെച്ചുകൊണ്ട് ഇത്രയും നല്ലൊരു പടത്തിൽ ആസിഫ് അലിനെ ചുരുക്കിയോന്ന് ചോദിച്ചപ്പോൾ ആ ഘട്ടത്തിൽ മമ്മൂട്ടി ഭയങ്കര രോഷാകുലന. നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? ആസിഫ് അലി അസാധ്യമായിട്ടുള്ള അഭിനയം ആണ്. കണ്ണ് മാത്രം വെച്ചുകൊണ്ടൊരു നടന് ഏറ്റവും ശക്തമായിട്ട് അതിനെ ആവിഷ്കരിക്കാൻ പറ്റും എന്നുള്ളത് മമ്മൂട്ടിയാണ് പറഞ്ഞതും എൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടായിരുന്നു അത് പറഞ്ഞത്. അത് സർക്കിട്ടിൻ്റെ എനിക്ക് തോന്നുന്നു സർക്കിട്ടിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആസിക്കയുടെ കണ്ണു. കാരണം അതിൽ കുറച്ച് മൊമെൻറ്റുകളുണ്ട്, അത് ഏതൊരാൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഭാഗമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അത് ആസിക്ക അഭിനയിച്ച് കാണിച്ചു എന്നുള്ളത്. പിന്നെ ആസിക്കക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ കഥ പറയുന്ന സമയത്ത് ആസിക്ക തലവൻ എന്ന് പറഞ്ഞ സിനിമയാണ് അഭിനയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഭയങ്കര കട്ടിമീശൊക്കെ വെച്ചിട്ട് വലിയ പോലീസ് ഓഫീസറാണ്. അപ്പോൾ എനിക്കുള്ളിലൊരു പേടിയുണ്ടായിരുന്നു, അയ്യോ ഇതല്ലല്ലോ അമീറിന് 27 വയസ്സല്ലേ ഉള്ളൂ, അതിങ്ങനെ ആവുമോ എന്നൊക്കെ ഒരു ചെറിയ കൺഫ്യൂഷൻ. പക്ഷേ പിന്നീട് പുള്ളി ആ ലുക്കിലായി ആ ബൈക്ക് ഓടിച്ച് ആ ടീഷർട്ടൊക്കെ ഇട്ട് വന്നിങ്ങനെ നിൽക്കുമ്പോൾ പുള്ളിയുടെ അതൊരു ആക്ടറുടെ ടാലൻ്റാണ്. ഒരു സെക്കൻഡിലാണ് അത് മാറുന്നതും നമുക്ക് പോലും അത് റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ അത് അങ്ങനെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ലാതെ പൊള്ളുന്ന കുറേ അനുഭവങ്ങളും കൂടി ആ സിനിമ ബാക്കി നൽകുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നൊരു ബഷീറിൻ്റെ ചില എലമെൻറ്റുകളും കൂടി ആ സിനിമയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു പൊതുവായിട്ടുള്ള ഒരു താല്പര്യമുള്ള ഒരു പ്രമേയമൊക്കെ ആണ്. പക്ഷേ ജീവിതത്തിൻ്റെ എവിടെ നിന്നൊക്കെയോ പറിച്ചെടുത്ത ഒരു വേദനിപ്പിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ ചില രംഗങ്ങളുണ്ടല്ലോ, പ്രത്യേകിച്ച് ആ ഹോട്ടലിലെ രംഗം, കടലിലേക്ക് നടന്നു പോകുന്ന ആമിറിൻ്റെ രംഗം വല്ലാതെ പൊള്ളുന്നുണ്ടായിരുന്നു എന്നറിയാം. ശരിക്കും സർക്കിട്ടും 1001 മുൻപ് എഴുതി വെച്ച സ്ക്രിപ്റ്റ് തന്നെയാണ്. കാരണം ആദ്യകാലത്തെ പദാർത്ഥ പരിശ്രമം എന്താ വെച്ചാൽ ഇവിടെ നിന്നുകൊണ്ട് എങ്ങനെ സിനിമ സാധ്യമാക്കുക എന്നുള്ളതാണ്. അപ്പം ആ സമയത്ത് നമ്മൾ വാച്ച് ചെയ്തിട്ടുള്ള നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള ജീവിതങ്ങളാണ് ഇൻസ്പയർ ചെയ്യാൻ ശ്രമിച്ചത്. ശരിക്ക് ഞാൻ കുറച്ച് കാലം ഒരു ഗ്രോസറിയിലൊക്കെ ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കറിയാം ആ ബൈക്ക് ഓടിക്കുന്നതും അത് ഡെലിവറി ചെയ്യുമ്പോൾ അതിലൊരു നമ്മുടെ സോങ്ങിലൊരു സീനുണ്ട്, അതിങ്ങനെ ടിപ്പ് കിട്ടുമ്പോൾ ഇങ്ങനെ മേടിച്ചൊരു സന്തോഷം. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യം, ടിപ്പ് കിട്ടുമ്പോൾ അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള അനുഭവങ്ങളെയാണ് അതിലധികം വലിയ ഫാൻറ്റസിയും ഫിക്ഷനൊന്നും ആഡ് ചെയ്യാതെയാണ് ഇത് അവതരിപ്പിച്ചത്.
അതുകൊണ്ടായിരിക്കും അത് ആളുകൾക്ക് ഇങ്ങനെ കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് പറ്റുന്നത്. ഒരു ചായക്ക് വേണ്ടിയിട്ട് അതിന് പോലും വയ്യാത്തൊരവസ്ഥയിൽ ഒരാൾ വരുമ്പോൾ അയാളുടെ മുമ്പിൽ ഒരു ഭക്ഷണം ചോറ് വിളമ്പി കൊടുക്കുന്ന അതിൽ ആ ഘട്ടത്തിലൊക്കെ ഉള്ള ആസിഫ് അലിയുടെ ഒരു അഭിനയ ഭാവങ്ങളുണ്ടല്ലോ, അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്തു. അതെ അതെ, അത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഉമ്മാനെ പറ്റി പറയുന്ന ഒരു മോണോലോഗ് ഉണ്ട്. ഓപ്പോസിറ്റ് അഭിനയിക്കുന്നത് സ്വാതിദാസാണ്. ഞങ്ങളെല്ലാവരും ഇപ്പുറത്ത് ക്യാമറ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ആസിക്ക് ഇത് പറഞ്ഞ് അവതരിപ്പിച്ചപ്പോൾ ആ സ്വാതി ഇത് കേട്ട് അതിന് മറുപടി കൊടുക്കേണ്ടതാണ്, എടാ ശരിയാവും. ശരിക്കും ആ ഷോട്ടിൽ സ്വാതിയുടെ കണ്ണ് നിറഞ്ഞു. അത് ലൈവായിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ അയ്യോ ഇത് അത്രയും ഉള്ളിൽ നിന്നുകൊണ്ടാണല്ലോ ഇത് ചെയ്യുന്നതെന്നുള്ള ആ ഒരു. പിന്നെ ഈ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞത് നമുക്കറിയാം, നമ്മളിപ്പോൾ ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും പലയിടത്തും ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ വിസിറ്റ് വിസയിലാണോ, ഭക്ഷണം കഴിക്കാനില്ലാത്ത ആളാണെങ്കിൽ പൈസ തരണ്ടെന്നുള്ളത്. അപ്പോൾ അതൊന്നും രേഖപ്പെടുത്താതെ പോവരുത്. എനിക്കറിയാം അത് ക്ലീശയാണ്, കേൾക്കുമ്പോൾ അത് ക്ലീശ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത് കുറേ ഉള്ളതാണ്. പക്ഷേ വിശപ്പ് എന്നുള്ളത് അത് റിയാലിറ്റി ആണ് അനുഭവിച്ചു. ഇപ്പോൾ ഈ സിനിമ കഴിഞ്ഞിട്ട് കൂടുതൽ ആളുകൾ പോസ്റ്റ് ചെയ്തതും അതിനെക്കുറിച്ച് എഴുതിയതൊക്കെ ആ സീനാണ്. അപ്പോൾ അത് റിയാലിറ്റിയാണ്. ഞാൻ ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം ഒരു സംഭവം ഉണ്ടായി. എന്നെ ഒരു പയ്യൻ വിളിച്ചിട്ട് വെച്ച് താമരക്ക തിരക്കിലാണോ എന്ന് വെച്ച്. അപ്പോൾ ഞാൻ അല്ലാന്നാണ്. പിന്നെ ഇങ്ങനെ നിന്ന് കരയുകയാണ്. അപ്പോൾ എനിക്ക് നമുക്ക് ഞാൻ സിനിമ കണ്ടു. അപ്പോൾ എനിക്ക് അവനോട് എന്താ വീട് എവിടെ നാട് എവിടെയെന്ന് വെച്ചിട്ട് കരച്ചിൽ മാറ്റും. പക്ഷേ അപ്പോൾ എൻ്റെ വൈഫ് അടുത്ത് നിൽക്കുന്നുണ്ട്. ഇവൻ പൊട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനൊക്കെ ഇതിൽ വന്നതാണ്. അപ്പോൾ വിസിറ്റ് വിസയിൽ എപ്പോഴൊക്കെയോ വന്ന് ഇതൊക്കെ അനുഭവിച്ച ഒരാൾക്കൊക്കെ അത് റിലേറ്റ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കാം. കാരണം എനിക്ക് തോന്നുന്നു അമീറിൻ്റെ 2 സിനിമകളും ഞാൻ മനസ്സിലാക്കുമ്പോൾ കുറച്ചും കൂടെ റിയലിസത്തോടാണ് ചേർന്ന് നിൽക്കുന്നത്. അത് പിന്നെ വല്ലാതെ അനാവശ്യമായിട്ടുള്ളൊരു ഫാൻറ്റസിയോ അത്തരം ഭ്രമാത്മകതകളിലേക്കൊന്നും പോകുന്നതിന് പകരം നിൽക്കുന്ന അടിത്തറ എന്നത് അത് അങ്ങനെ തന്നെ ആണോ മനസ്സിലും ആവിഷ്കരിച്ചത് ആ ഘട്ടത്തിലൊക്കെ? ഞാൻ കണ്ടിട്ടുള്ള അധിക സിനിമകളും ഇത്തരം സിനിമകളാണ്. പ്രത്യേകിച്ച് ഇറാനിൽ നിന്നുള്ള സിനിമകളാണെങ്കിൽ ഇപ്പം എനിക്ക് മലയാളത്തിലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ തനിയാവർത്തനമൊക്കെയാണ്. അപ്പോൾ അത്തരം സിനിമകൾ എനിക്കറിയാം, ഇത് ഈ ഒച്ചയും ബഹളയും ഒന്നുമില്ലെങ്കിൽ കൂടെ ആളുകളെ ഹുക്ക് ചെയ്യാൻ പറ്റിയാൽ അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയാലും സിനിമ നിൽക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഒരു പരിചയമില്ലാത്ത നടനായിരുന്നു ഇറാനിൽ വരുന്ന സിനിമകൾ. അതിൽ ആക്ടേഴ്സ് ആരാന്നറിയില്ല, നമ്മൾ അത് നേരിട്ട് പോലും കാണാത്ത ജീവിത സാഹചര്യങ്ങളാണ്. പക്ഷേ അത്തരത്തിലുള്ള ഇമോഷനുകളിൽ നമ്മളങ്ങ് സ്റ്റക്കായിട്ട് ഭാഷ പോലും അറിയാതെ നമ്മൾ ആ 2 മണിക്കൂർ പിടിച്ചിരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മളും അത്തരത്തിൽ എഴുതിയാൽ ആളുകൾക്ക് ഹുക്ക് ചെയ്യിക്കാൻ കഴിയും, അത് പിടിച്ചിരുത്താൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതാണ് പരിശ്രമിച്ചു നോക്കിയത് ഈ 2 സിനിമയിലും. അത് അതേപോലെ തന്നെ സംഭവിക്കുന്നുണ്ട്, അത് ആളുകൾ കണക്റ്റ് ആവുന്നുണ്ട് എന്ന്. പിന്നെ ഈ സാമ്പ്രദായികമായിട്ടുള്ള ചേരുവകളൊക്കെ അട്ടിമറിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം പുതിയ പ്രതിഭകൾ വരുന്നു, പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നു, പുതിയ രീതികളും സങ്കേതങ്ങളും അവർ സ്വീകരിക്കുന്നു. അതൊക്കെ ഈ നിലവിലുള്ള ഇതിനെ ചട്ടക്കൂടിനെ പൂർണ്ണമായിട്ട് അട്ടിമറിക്കുകയാണ്. അതും ഒരു ഗുണകരമായിട്ട് മാറിയെന്ന് തോന്നുന്നുണ്ട്. ശരിക്കും അത് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളൊരു ടിപ്പിക്കൽ ഫോർമാറ്റിൽ അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് പിടിച്ചുകൊണ്ട് ഒരു സിനിമ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന റിസപ്ഷനോ, അപ്പോൾ പുതിയ ആളുകളെ വെച്ചുകൊണ്ട് ആ സിനിമ ചെയ്തുകൊണ്ടാണ് ഇൻഡസ്ട്രിയിലുള്ളവർ അതിനെ വാച്ച് ചെയ്തത്. പുതിയ ആളുകൾ ഇങ്ങനെ അഭിനയിക്കുമോ, പുതിയ ആളുകൾ ഇങ്ങനെ എഴുതുമോ, പുതിയ ആളുകൾ ഇങ്ങനെ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ പിന്നെ അത്തരത്തിലുള്ള മൊമെൻറ്റ് നമ്മുടേതായ ഒരു ഭാഷയുണ്ട് അതിന്. എനിക്ക് തോന്നുന്നു ഈ 2 സിനിമ ഇറങ്ങിയപ്പോൾ അതിനൊരു ഇറാനിയൻ റെഫറൻസ് ഒക്കെ പലരും പറയുന്നുണ്ട്. പക്ഷെ അപ്പോൾ അത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു കൃത്യമായൊരു പാട്ടോ ഒരു ഡാൻസോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയും ചെയ്യാം. ഇത് ആദ്യമായിട്ടൊന്നുമല്ല മലയാളത്തിൽ. ഇപ്പോൾ KG ജോർജിൻ്റെ സിനിമകൾ, ഇപ്പോൾ ഇരകളൊക്കെ ആണെങ്കിലൊക്കെ അതിനൊക്കെ ഒരു അന്നത്തെ കാലത്തു നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫോർമാറ്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡിഫറൻസ് എങ്ങനെയെങ്കിലും നമ്മൾ വരുത്തുമ്പം അതിനൊരു അറ്റൻഷൻ കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഇപ്പോൾ റാസൽ കൈമയിലെ കൊടും തണുപ്പത്ത് പിന്നെ വഴിയരികിൽ കിടക്കുന്ന യാതൊരു പിന്നെ ഇതുമില്ലാത്ത വിധത്തിൽ ഒരു കിടക്കുന്ന ഒരു ആസിഫ് അലിയുടെ ചിത്രം, എങ്ങനെയാണ് ഈ ഒരു നടനെ താമർ വിലയിരുത്തുന്നത്? ആ പോസ്റ്റ് ഇടുന്നതിന് മുൻപ് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇങ്ങനൊരു പോസ്റ്റ് ഇടുന്നത് ചിലപ്പോൾ ഒരു മാർക്കറ്റിംഗ് സ്റ്റണ്ടൊക്കെ ആയിട്ട് റീഡ് ചെയ്യുമല്ലോ, ഇത് ചെയ്യണോ വെച്ച്. കാരണം ഓൾറെഡി ആ സിനിമയ്ക്ക് ഒരു വിസിബിലിറ്റി ഉണ്ട്, പിന്നെ അത്തരത്തിലൊരു പോസ്റ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ നാസർക്ക് വെച്ച പോലെ അത് എൻ്റെ ഒരു നന്ദി പറയലും കൂടി ആയിരുന്നു. കാരണം അസ്കി കഥ കേട്ടു, അദ്ദേഹം അതിൽ അഭിനയിക്കാമെന്ന് തയ്യാറായി. അപ്പോൾ ആ സമയത്ത് തന്നെ കിഷ്കിന്ധകാണ്ഡം റിലീസ് ചെയ്തിട്ടാണ് നമ്മളെ പടത്തിൽ വരുന്നത്. ഭയങ്കര വലിയ ഹിറ്റായി മാറി, കരിയറിൽ തന്നെ ഏറ്റവും വലിയ സക്സസ് ആയി. പിന്നെ നേരെ വരുന്നത് ഈ സെറ്റിലോട്ടാണ്. അപ്പോൾ ആസിക്ക് ആദ്യത്തെ ദിവസം തന്നെ വന്നിട്ടുണ്ട്, ആമിറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സിനിമയിലില്ലാത്ത കുറേ പാസ്റ്റൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു. അതായത് ആമിറിനൊരു പെണ്ണിനോട് പ്രേമുണ്ടായിട്ടുണ്ടാകും, അത് പറയാൻ പറ്റിയിട്ടില്ല. പിന്നെ അങ്ങനെ പല സ്ഥലത്തും പറയാൻ പറ്റാതെ ഇങ്ങനെ വിഷമിച്ച് സ്റ്റക്കായി പോയിട്ടുള്ള ആളാണ്. കാരണം ആൾക്ക് അതിനുള്ള ധൈര്യമില്ല, കാരണം ആളുടെ പേടികൾ മറ്റു പല ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പുള്ളി അതൊക്കെ ഒന്ന് കേട്ട് ഇങ്ങനെ പമ്പായി നിന്നിട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വരുന്നൊരു സീനുണ്ട്. ആ ജോലി ചോദിച്ചിട്ട് മറ്റാൾ പറയും ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് എടുത്ത സീന്. അപ്പോൾ അതിൽ അയാളത് ജോലി ഇല്ല എന്ന് പറഞ്ഞിട്ട് ആസിക്ക് ഇങ്ങനെ ഈ ബാഗ് ഇങ്ങനെ തൂക്കിയിടുന്ന ഒരു ഫ്രെയിമുണ്ട്, നമ്മളിങ്ങനെ ക്യാമറ ഇങ്ങനെ പോകുന്നത്.
അത് ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ, കാരണം ഞാൻ ഇതിന് മുൻപ് ചെയ്ത പടം കംപ്ലീറ്റ് പുതിയ ആളുകൾ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഫുള്ള് പറഞ്ഞു കൊടുത്തിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യിച്ചിട്ടുണ്ട്. ഒരു സ്റ്റാർ വന്നിട്ട് ഇത് സാധനം ചെയ്യുമ്പോൾ അയ്യോ ഇതിനൊരു ഇതുണ്ടല്ലോ. പിന്നെ മാത്രമല്ല അന്ന് മുതൽ ഈ സിനിമയിൽ വേറെയും ഇപ്പോൾ ഭയങ്കര തണുപ്പ് കാലത്താണ് നമ്മൾ പടം ഷൂട്ട് ചെയ്തത്. പടം മുഴുവൻ ഒരു 50% രാത്രിയാണ്. അപ്പോൾ ഭയങ്കര തണുപ്പായി, പ്രത്യേകിച്ച് റാക്കിലൊക്കെ. ആ സീൻ എടുക്കുമ്പോൾ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ്, ഒരു 7 നിലയുള്ള ടെറസിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ആ കഥ പറയുന്ന സീൻ. അപ്പോൾ ഈ കാറ്റും അടിച്ചിട്ട് നമുക്ക് തണുപ്പ് സഹിക്കില്ല. ഏകദേശം 2 മണിക്കാണ് ഷൂട്ട്. പക്ഷേ പുള്ളിക്ക് താഴെ ക്യാരവാനുണ്ട്, പക്ഷേ പുള്ളി നമ്മളെ കൂടെ നിന്ന ഒരാളായിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ എനിക്ക് അത് നന്ദി പറയാതെ പോവരുത് എന്നുള്ളൊരിത് കൊണ്ടാണ് അത് ചെയ്തത്. പിന്നെ ഇതിൽ ഈ കൈ 2 പേരുടെയും നമ്മൾ ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് എപ്പോഴും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ശരിക്ക് ഇപ്പോൾ ആ കുട്ടിക്കൊന്ന് മൂത്രം ഒഴിക്കാൻ മുട്ടിയാലോ അല്ലെങ്കിൽ ഇപ്പോൾ ആസികാക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിലൊക്കെ ഇതിനൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ ഷൂട്ടിലൊരു തടസ്സം വരരുത്, അതിൻ്റെ ഭാഗമായതുകൊണ്ട് കൂടെ നിന്നുകൊണ്ട് തന്നെയാണ് പുള്ളി ചെയ്തത്. അപ്പോൾ നടൻ ആസിക പലതവണ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാർ ഇങ്ങനെയാണല്ലോ ബിഹേവ് ചെയ്യുന്നു, അതിൻ്റെ ഒരു വണ്ടറും അത്ഭുതമൊക്കെയാണ് മൊത്തം സിനിമയിൽ. പിന്നെ അതിൽ അദ്ദേഹം കാണിച്ച ആ ഒരു എഫേർട്ട്, ആ എടുത്ത എഫേർട്ട്, ശരിക്കും അത് എഫേർട്ടല്ല, പുള്ളി അത് വളരെ കാഷ്വലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് നമ്മൾ അമീർ ഇങ്ങനെ ജീവിച്ച് കാണുന്നതിലൊക്കെ ഉള്ളൊരു സന്തോഷം, അതൊരു നടൻ്റെ ക്വാളിറ്റി തന്നെയായിരുന്നു. തമറിപ്പോൾ ആസിഫ് അലിയുടെ നന്ദി പ്രകാശനത്തെക്കുറിച്ച് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ 2 സിനിമയിലും ഈ പ്രവാസ ലോകത്തെ കാര്യങ്ങൾ കൂടി അതിൽ വരികയാണ്. ചിലപ്പോൾ ആലോചിച്ച് ഉറച്ചതായിരിക്കില്ല, പക്ഷേ വളരെ ശക്തമായിട്ട് അത് അവതരിപ്പിക്കപ്പെടുന്നുണ്ട് 1001 നുണകളിലും അതോടൊപ്പം തന്നെ സർക്യൂട്ടിലും ഉണ്ട്. ഞാൻ ഈ പ്രവാസ ലോകത്തോട് ഞാൻ നന്ദി വേറെ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള 1-2 ആർട്ടിസ്റ്റുകൾക്ക് പുറമെ അഭിനയിച്ച എല്ലാവരും ഞാൻ ഇവിടുന്ന് കണ്ടെത്തിയിട്ടുള്ളതാണ്. സാധാരണ സിനിമയിൽ ചെറിയ ക്യാരക്ടേഴ്സ് മോശമായാലും അത് നമുക്ക് സിനിമ കാണുമ്പോൾ അത് കല്ല് കടിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഇത്രയും ടാലൻ്റ് ഉണ്ട് എന്നുള്ള തിരിച്ചറിവിലാണ്. ഇപ്പം അതിൽ ആ റൂമിലുള്ള ആളുകൾ 3 പേരും അവർ പുതിയ ആളുകളാണ്. അങ്ങനെ ഓരോ സീക്വൻസിൽ ടീച്ചേഴ്സ്, പിന്നെ നമുക്കറിയുന്ന ആളുകൾ, ഇവരൊക്കെ കാസ്റ്റ് ചെയ്ത് ഇവർക്കൊക്കെ ആ ഒരു ഫയർ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളും കൂടെ ഉൾക്കൊള്ളി. കാരണം എനിക്കറിയാം ഇവിടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് നാട്ടിൽ പോയിട്ടൊരു സിനിമയുടെ ഭാഗമാവുക അത് ഭയങ്കര എഫേർട്ടുള്ള കാര്യമാണ്. ടിക്കറ്റ് എടുത്ത് പോകണം, പിന്നെ അതിൻ്റെ ഭാഗം, പിന്നെ അത് കണ്ടെത്തലൊക്കെ. അപ്പോൾ എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ ഇവിടെയുള്ള മറ്റുള്ള കഴിവുള്ള ആളുകളെയും ഇതിൽ ഉൾപ്പെടുത്താൻ ഞാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ അത് ഗംഭീരമാക്കി ചെയ്യുന്നുമുണ്ട്. അപ്പോൾ തമറിൻ്റെ വലിയൊരു നേട്ടം വന്നത് ഇപ്പോൾ സക്കരിയ, അതോടൊപ്പം തന്നെ ആമിർ പള്ളിക്കൽ, ഒരുപാട് പിന്നെ ഒരു ടീം ഒരേ ജനറേഷനിൽ പെട്ടത് തന്നെ വിളിക്കാമെന്നൊന്നും തോന്നുന്നുണ്ട്. ആ ഒരു ടീമിൻ്റെ ഒരു കരുത്തും വലിയൊരു ഗുണം ചെയ്തിട്ടുണ്ടാവില്ലേ ഈ ഒരു മുഖ്യധാരയിലേക്ക് ഇങ്ങനെയൊക്കെ കടന്നു വരാൻ നമുക്ക് ഒരു അവസരം നൽകിയത് അത്തരമൊരു ടീമുകളുടെ ഒരു കൂട്ടായ്മ കൂടിയല്ലേ? തീർച്ചയായും. കാരണം സക്കരിയുടെ വീട് ഇപ്പോൾ ചങ്ങരകുളത്ത് നിന്ന് വളാഞ്ചേരി ഒരു 10-15 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലം. ഞാൻ സക്കരിയാനെ മുൻപ് കണ്ടിട്ടില്ല, ഗൾഫിൽ നിന്നാണ് ഞാൻ പരിചയപ്പെടുന്നത്. പക്ഷെ നമ്മൾ ഇത്രയും ദൂരത്ത്, ചങ്ങരകുളം ഒരു ചെറിയ സ്ഥലം, പക്ഷെ വളാഞ്ചേരിയിലോട്ട് സ്റ്റേറ്റ് അവാർഡും വളാഞ്ചേരിയിലേക്ക് ഇത്രയും വലിയ സിനിമയും കൊണ്ടുവരാൻ പറ്റും. ഇതേ സമയത്ത് തന്നെ കോഴിക്കോടും അർഷദയ്ക്കും മൂസിനും ഒക്കെ ആയിട്ട് സിനിമകൾ സംഭവിക്കുന്നു. അപ്പോൾ കണ്ടൻറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് നമ്മളിലേക്ക് എത്തും, അല്ലെങ്കിൽ ഇത് ചെയ്യാം. അത് നമ്മൾ എവിടുന്നാണ് വരുന്നത് എന്നുള്ളതില്ല, നമുക്ക് എവിടേക്കാണ് പോവേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായി എന്നുള്ളത് ഇവരുടെയൊക്കെ യാത്രയൊക്കെ ഇൻസ്പയർ ചെയ്താണ്. പിന്നെ സ്വാഭാവികമായിട്ടും നമുക്കറിയുന്ന ആളുകൾ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് കഥ ഡിസ്കസ് ചെയ്യാൻ പറ്റും, ഇതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അവരതിന് നൽകുന്ന ഒരു സപ്പോർട്ട്, ഇത് കൊള്ളാടാ, ഇത് ചെയ്യുന്ന പറഞ്ഞാൽ അത് വലിയൊരു മോട്ടിവേഷനായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ കൂടെയുള്ള ആളുകളെക്കാൾ കൂടുതൽ ഒരു ഇൻഡസ്ട്രിയിലുള്ള ആൾ അതിനൊരു പൊട്ടൻഷ്യൽ കാണുക, അല്ലെങ്കിൽ ഇത് ചെയ്തോ, ഇത് ഇന്നാളെ വെച്ച് ചെയ്തോ, ഇന്നാളോട്ട് പോയി പറയാമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഊർജ്ജം ലഭിക്കും യാത്രയ്ക്ക്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ കൂടെയുള്ളവരിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ആ സൗഹൃദത്തിലൂടെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഫെമിനിച്ചി ഫാത്തിമയും രൂപം കൊണ്ടിരിക്കുന്നത്. കാരണം IFFKയിൽ ഇത്രയും വലിയൊരു സ്വീകാര്യത ഒരു പടം നേടിയെടുക്കുക, അത് പിന്നെ അതുവരെ സ്ക്രീനിൽ പോലും വരാത്ത ആളുകൾ വലിയ തോതിൽ അവരുടെ അഭിനയം പ്രകീർത്തിക്കപ്പെടുക, ഇതൊന്നും ഒരു ചെറിയ നേട്ടമായിട്ടല്ലല്ലോ നമ്മൾ കാണേണ്ടത്. അതെ, ഫെമിനിച്ചി നേരത്തെ പറഞ്ഞ പോലെ 1001 നുണകളുടെ സ്പോട്ട് എഡിറ്ററാണ് ഫാസിൽ. അപ്പോൾ ഫാസിൽ ഇതിന് മുൻപ് തന്നെ ട്യൂഷൻ വീഡിയോ എന്നൊക്കെ വേണ്ടി ചെറിയ കുറേ ഈ ഷോർട്ട് ഫിലിംസും സീരീസൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അവനിങ്ങനൊരു കഥ പറഞ്ഞപ്പോൾ നമ്മളങ്ങനെ പൈസ ഇട്ടുകൊണ്ട് വലിയൊരു സിനിമ ആ രീതിയിൽ പ്രൊഡ്യൂസറായിട്ടുള്ളതല്ല, മറിച്ച് ഇതിനൊക്കെ ഒരു കണ്ടൻറ് ഉണ്ട്. അപ്പോൾ അവൻ ചെയ്യുന്ന രീതിയിൽ തന്നെ അത് വളരെ മിനിമലായിട്ടാണ് നമ്മൾ ഷൂട്ടും ചെയ്തിട്ടുള്ളത്. 1001 നുണകളിലെ സൽമ എന്ന ക്യാരക്ടർ അവതരിപ്പിച്ച ഷംലയാണ് ഫെമിനിച്ചിലെ സെൻട്രൽ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ ഷംലക്ക് ഇത് ചെയ്യാം. പിന്നെ കുമാറിനെ ഞാൻ ഇതിലത്തെ മറ്റേ ഉസ്താദായിട്ട് ചെയ്ത ആളെ ഞാൻ 1001 ഓഡീഷൻ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ പുള്ളീനെ ആ ക്യാരക്ടർ ചെയ്യാം.
അപ്പോൾ അത്തരത്തിൽ അപ്പോൾ അവൻ ആ കഥ പറഞ്ഞു. നമ്മളതിന് 2001 തന്നെ വക്കീൽ അവതരിപ്പിച്ച ഒരു സുധീഷ് കറിയുണ്ട്, പുള്ളിയാണ് കാനഡയിലുള്ളത്. അപ്പോൾ പുള്ളിയാണ് നമുക്ക് ഫിനാൻഷ്യലി കുറച്ച് വലിയ സപ്പോർട്ടും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു കണ്ടൻറ്റ് നല്ലതാണ്, ഇത് ചെയ്താൽ ശ്രദ്ധിക്കപ്പെടും എന്നുള്ളൊരു പിന്നെ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞങ്ങളെല്ലാവരും കൂടെ അത് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ IFFKയിലൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയതും അവാർഡ് നേടിയതും ഒക്കെ ആയിട്ടുള്ള ഒരു ചിത്രമാണ് ഫെമിനിസ്റ്റ് ഫാത്തിമ. ഇപ്പോൾ ഒക്ടോബർ 10 റിലീസാകാൻ പോകുന്നത്. അതിൻ്റെ ഒരു നിർമ്മാതാവ് എന്നുള്ള എനിക്ക് റിലീസ് ഇപ്പം തിയേറ്ററിലേക്ക് അത് വരികയാണ്. വലിയ പ്രതീക്ഷയിൽ തന്നെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും. നമുക്ക് ആ സിനിമയിലും ആ കണ്ടൻറ്റിലും ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ 2 സിനിമകൾക്കും കണ്ടൻറ്റിൻ്റെ പുറത്ത് മാത്രമാണ് ചർച്ചയായിട്ടുള്ളതും വിജയിച്ചിട്ടുള്ളതും ഒക്കെ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതും ആളുകൾ സ്വീകരിക്കും, അതെന്തായാലും ആ ഒരു വിശ്വാസം തന്നെയാണ് ഉള്ളത്. മാത്രമല്ല അതിന് കിട്ടിയ റെക്കഗ്നീഷൻ, അത് യാത്ര ചെയ്ത ഫെസ്റ്റിവലുകൾ, അതൊക്കെ നമുക്ക് മോട്ടിവേഷൻ തരുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ഇടയ്ക്ക് നിവിൻ പോളിയുടെ ഡോൾബി എന്ന തിയേറ്റർ, അതിനെ പറ്റിയുള്ളൊരു എനിക്ക് തോന്നുന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഡോൾബി ദിനേശൻ ഞാൻ അടുത്ത് ചെയ്യാൻ വിചാരിക്കുന്നത് നിവിൻ നായകനായിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അതിൻ്റെ എഴുത്ത് പരിപാടികളുടെ ഒരു സ്റ്റേജിലാണ് ഉള്ളത്. ബാക്കി മറ്റു പ്രീ പ്രൊഡക്ഷൻ, മ്യൂസിക് ഡയറക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എഴുത്ത് കംപ്ലീറ്റ് ആയത് കഴിഞ്ഞാൽ ഉടനെ ഷൂട്ടിലോട്ട് കിടക്കാമെന്നാണ്. ശരിക്കും ഞങ്ങളത് കുറച്ച് മുന്നേ ഷൂട്ട് തുടങ്ങേണ്ടതായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സിനിമയിൽ നമ്മൾ പ്ലാൻ ചെയ്തൊരു എലമെൻറ്റ് വന്നു. അത് നമ്മുടെ സിനിമയിലും വളരെ എലമെൻറ്റ് മാത്രമല്ല, ആ സിനിമയിൽ ആ ക്യാരക്ടർ അവതരിപ്പിച്ച ആളെയാണ് നമ്മുടെ സിനിമയിൽ കാസ്റ്റ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ അത് വന്നപ്പോൾ നമുക്കതിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നു. അത് ഇനി എന്തായാലും അത് അതിൻ്റെ ഫ്രഷ്നെസ് പോയി. അപ്പോൾ ആ ഒരു ഏരിയ റീറൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് മാറിക്കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ ഷൂട്ടിലോട്ട് കിടക്കാമെന്ന് തന്നെയാണ്. ഒരു ഓട്ടോ ഡ്രൈവർ എന്നുള്ള നിലക്കാണ് നിവിൻ പോളി വരുന്നത്. അതിന് നിവിനെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വളരെ ഹ്യൂമറായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ലോക്കലായിട്ടുള്ള ഓട്ടോ ഓടിക്കുന്ന ഒരു നാട്ടുകാരൻ, ഒരു ചെറിയ നാട്, ആ നാട്ടിൽ സംഭവിക്കുന്ന ഒരു എലമെൻറ്റ്, അതൊക്കെ തന്നെയാണ് ആ സിനിമയുടെ പ്രമേയം. അതോടൊപ്പം തന്നെ മറ്റ് സംരംഭങ്ങൾ ഇങ്ങനെ പല കഥകൾ കേൾക്കുന്നുണ്ട്, പല കഥകൾ ചെയ്യാൻ എഴുത്തും പരിപാടികൾ നടക്കുന്നുണ്ട്. തൽക്കാലം ഗൾഫിലെ പരിപാടികൾ ഇപ്പോൾ വേണ്ട, 1-2 ആയാലും ഇനി നാട്ടിലൊരു സിനിമ ചെയ്തിട്ട് ഗൾഫിൽ എന്തായാലും ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ ഒരു എടുത്ത തീരുമാനം എന്ന് പറയുന്നത്. നല്ല പ്രാപ്തിയുള്ള കുറേ പിന്നെ പ്രതിഭകളായിട്ടുള്ള അഭിനേതാക്കളൊക്കെ ഉണ്ട്. അവരോടൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഇത് നടക്കില്ല, നാട്ടിൽ പോയിട്ട് പിന്നെ നിരന്തരമായിട്ട് അവിടെ തന്നെ കേന്ദ്രീകരിച്ചാലേ ഇത് കിട്ടുമെന്ന്. പക്ഷേ അതിനൊക്കെ അട്ടിമറിക്കുകയാണ് താമര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇവിടെ തന്നെ വേരുറപ്പിച്ചാണ് ഈ സാധ്യതകളൊക്കെ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ നേടിയെടുക്കുന്നത്. അത് നൽകുന്ന ഒരു വലിയ ആത്മവിശ്വാസം കൂടിയില്ലേ? അത് ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ്. അത് നമുക്ക് തോന്നുന്നതാണ് ഇവിടെ നിന്ന് നടക്കില്ല എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഒന്നാമത് ഇവിടുത്തെ മാർക്കറ്റ് വളരെ വലുതായിട്ടുണ്ട്. അത്രയും വലിയ തിയേറ്റേഴ്സ്, ഓഡിയൻസ്, പ്രൊമോഷൻസ്, ആർട്ടിസ്റ്റുകൾ, ഈവൻ മലയാളത്തിലെ ഏത് ഡയറക്ടറും ഇനിയിപ്പോൾ നമുക്ക് നാട്ടിൽ പോയിട്ട് കഥ പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു മാസത്തിലോ 2 മാസത്തിലോ കൂടുതൽ ഇവിടെ ആരെങ്കിലും വന്നു പോകുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിലും പോയി കഥ പറയാനുള്ള അവസരങ്ങളുണ്ട്. അതല്ലെങ്കിൽ പിന്നെ ടെക്നോളജിയും മാറിയിട്ടുണ്ട്. അതായത് ഒരു മൊബൈൽ കൊണ്ട് പോലും സിനിമ എടുക്കാൻ പറ്റുന്ന കാലമാണ്. മൊബൈൽ എടുക്കുന്ന സിനിമകൾ എനിക്കൊന്ന് കഴിഞ്ഞതിന് മുന്നത്തെ വർഷം സ്റ്റേറ്റ് അവാർഡ് മികച്ച ക്യാമറ കിട്ടിയത് കയറ്റം എന്ന സിനിമയ്ക്കാണ്. ആ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഐഫോണിലാണ്. അപ്പോൾ കാര്യങ്ങൾ അങ്ങനെ ടെക്നോളജിയൊക്കെ നമുക്കത് ഇനിയിപ്പോൾ ഒരു ഇവിടെ നിന്നുകൊണ്ടൊരു സാധനം ഒരു 5 മിനിറ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്ത ഒരാളെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്താൽ പോലും ഇത് ഓണാവുന്ന കാലമാണ്. പിന്നെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒരു മെസ്സേജ് അയച്ചാൽ കയ്യെത്ത് നിന്ന് ദൂരത്തൊക്കെ ആളുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തി, അല്ലെങ്കിൽ ഇനി നമുക്കൊരു പ്രതീക്ഷയില്ല, അങ്ങനെ ഗൾഫുകാരനായി അങ്ങനെ തഴക്കപ്പെടും എന്നുള്ള ആ ചിന്തയാണ് മാറ്റേണ്ടത്. നമുക്ക് പറ്റും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളിങ്ങനെ ഈ എമിറേറ്റ്സ് റോഡിലൂടെയൊക്കെ ഡ്രൈവ് പോകുമ്പോൾ ഇത് മരുഭൂമിയാണല്ലോ, ഭയങ്കര ചൂടാണ്, ഭയങ്കര വരണ്ട സ്ഥലമാണ്. പക്ഷെ എന്നാലും ഈ മരുഭൂമിയിൽ കാണാം ചില മരങ്ങളും ചില സാധനമൊക്കെ ഇങ്ങനെ തളിർത്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ എന്തായിക്കോട്ടെ, പ്രതികൂല കാലാവസ്ഥ ആണെങ്കിലും സിറ്റുവേഷൻ ആണെങ്കിലും നമുക്കത് അനുകൂലമാക്കി മാറ്റാൻ പറ്റും. നമ്മളൊരു നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ നമുക്കും തളച്ച് വളരാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വെച്ചാൽ ഞാനത് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനേക്കാൾ നല്ല കഴിവും ഇതിനേക്കാൾ നല്ല കഥകളും ആശയങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് അത് കുറച്ചും കൂടി ഈസിയായി മാറും എന്നാണ് വിശ്വസിക്കുന്നത്. അത്തരം ആളുകളുണ്ടാവും. ഇപ്പം അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ട് മാത്രം മാറി നിൽക്കുന്ന നല്ല പ്രതിഭകളുള്ള അഭിനയ രംഗത്താവട്ടെ, സാങ്കേതിക രംഗത്താവട്ടെ, ഇപ്പോൾ അതേപോലെ തന്നെ പ്രതിഭ അളക്കപ്പെടുന്ന തിരക്കഥാ രംഗത്തൊക്കെ കഴിവുള്ള കുറേ മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ എന്ത് ചെയ്യണം എന്നാണ് താമറിന് പറയാനുള്ളത്? ഒന്ന്, നിരന്തരമായ പരിശ്രമം വേണം. അതായത് ഇതേ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ മറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലം എന്ന് വെച്ചാൽ ഭയങ്കര കോമ്പറ്റീറ്റീവാണ്. അതായത് ഇവിടെ നമ്മൾ ഇപ്പോൾ ഗൾഫിൽ 10 പേര് സിനിമയ്ക്ക് ശ്രമിക്കണമെങ്കിൽ നാട്ടിൽ 1000 പേര് ശ്രമിക്കുന്നുണ്ട്. ഈ 1000 പേര് അവൈലബിൾ ആയിട്ടുള്ള 100 സ്റ്റാറിൻ്റെ അടുത്ത് 10 സ്റ്റാറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ 100 പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കത് സാധ്യമാവുന്നുണ്ടെങ്കിൽ
നമ്മൾ ഈ ശ്രമം ഒഴിവാക്കാൻ പാടില്ല. അതായത് എഴുതണം, കഥ കഥ ആണെങ്കിൽ നമ്മുടെ കൂട്ടുകാരോട് പറയണം. കാരണം എല്ലാവരും ഇവിടെ ചായ കുടിക്കാനും അല്ലെങ്കിൽ മറ്റേ മജ്‌ലിസായിട്ടും ബാർബിക്യൂ ഒക്കെ ആയിട്ട് കൂടുന്നു. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുക, അത് എഴുതുക, അതിന് പറ്റിയൊരു ഗ്യാങ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളൊക്കെ ശരിക്കും ഷോർട്ട് ഫിലിമിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഒന്നുമില്ലെങ്കിൽ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകൾ ചെയ്യുക. അപ്പോൾ അതിന് അർഹിക്കുന്ന അംഗീകാരം കിട്ടും. കാരണം വളരെ പെട്ടെന്നാണ് റീച്ചുകളൊക്കെ മാറുന്നത്. ഇപ്പോൾ നല്ലൊരു കണ്ടൻറ്റ് വന്നാൽ അത് പെട്ടെന്നാണ് അത് സ്പ്രെഡ് ആവുന്നത്, അത് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതൊരു ശ്രമമില്ലാതെ എൻ്റെ കയ്യിൽ ഐഡിയ ഉണ്ട്, ഇത് എന്നെങ്കിലും നടക്കുമെന്ന് വിശ്വസിക്കാതെ അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. പരിശ്രമിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ വാതിലും തുറക്കും. അത് അപ്പോൾ താമറിൻ്റെ തന്നെ ഇപ്പോൾ ഉപജീവനം വന്നത് പിന്നെ പരസ്യ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ മേഖലയിലും താമർ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയെന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, ഞാൻ പഠിച്ചത് മാസ് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ആഡ് ഫിലിം ചെയ്യണം, ബ്രാൻഡുകളായിട്ടൊക്കെ അസോസിയേറ്റ് കോളേജിൽ. അപ്പോൾ ആഡ് ചെയ്യണമെന്നുള്ളതുണ്ടായിരുന്നു. അതും ശരിക്കും സംഭവിച്ചിട്ട് നമ്മൾ ഈ ചെയ്ത ഈ വിഷ്വൽ മീഡിയ തന്നെ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഷോർട്ട് ഫിലിം ചെയ്തപ്പോഴാണ് ഈ നേരത്തെ പറഞ്ഞ മൊബൈലിൽ ഷോർട്ട് ഫിലിം എടുത്തപ്പോഴാണ് എന്നൊരു ഏജൻസി കണ്ടിട്ട് നമ്മളൊരു പരസ്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചത്. അത് 3 മിനിറ്റിൽ ചെയ്തതായിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ചെറിയ കണ്ടൻറ്റുകൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതിൽ ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മളിവിടുത്തെ ആമസോൺ, HP, വിസാക്കാർഡ്, വി പെർഫ്യൂംസ്, അങ്ങനെ ഒരുപാട് വലിയ വലിയ ബ്രാൻഡുകളായിട്ടൊക്കെ അസോസിയേറ്റ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ ഉപജീവനമാർഗ്ഗം ആഡ് തന്നെയാണ്. പരസ്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരസ്യങ്ങളുടെ ഭാഗമായിട്ട് ഷൂട്ട് പുറത്തൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ യാത്ര ചെയ്യാൻ പറ്റുന്നു. ഇഷ്ടപ്പെട്ട ജോലി തന്നെ ചെയ്യാൻ പറ്റുന്നു. താമറിപ്പം നമ്മളിപ്പോൾ സംസാരിച്ചതൊക്കെ സിനിമയെക്കുറിച്ചും മറ്റുമാണ്. പക്ഷേ എനിക്കതിൽ തോന്നിയ ഒരു പരിമിതി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു രാത്രി ഒരു ചെറിയ വീട്, അവിടത്തേക്ക് ഒരു സിനിമ കേന്ദ്രീകരിക്കുന്നു. മറ്റേത് ചെറിയൊരു പ്രദേശത്ത് മാത്രം രണ്ടാമത്തെ സിനിമ സർക്യൂട്ട് കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ ഈ ചിലവ് ചുരുക്കുന്നതിൻ്റെ ഒക്കെ ഒരു ഭാഗമാണോ അത്? അതിലേക്ക് വലിയ അപ്പുറത്തേക്ക് ഒരു ക്യാൻവാസ് വലുതാണ്ടെന്ന് താമര തന്നെ കരുതുന്നുണ്ടോ? അങ്ങനെയല്ല, അത് കഥ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചിരുന്നത് 1001 ആ വീട്ടിൽ മാത്രം തന്നെ തീർത്താലോ എന്നായിരുന്നു. പിന്നെ എനിക്ക് തോന്നി അല്ല, അവരുടെ വരവും അല്ലെങ്കിൽ പിന്നെ പുറത്ത് നിൽക്കുന്ന ആളുടെ ടെൻഷനും അതൊക്കെ വേണം. അങ്ങനെയാണ് അത് പ്ലാൻ ചെയ്തത്. സർക്യൂട്ട് ശരിക്ക് ചെറിയതാണെങ്കിലും അത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് UAE കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഷാർജയിൽ നിന്ന് തുടങ്ങി ഫുജൈറ ചെയ്തു, അജ്മാൻ ചെയ്തു, റാസൽ ഖൈമ ചെയ്തു. ഇപ്പോൾ ബീച്ച് റാക്കാണെങ്കിൽ മലയുള്ള സ്ഥലം ഫുജൈറയാണ്. വീടിൻ്റെ അകം റാസൽ ഖൈമയിലെ ഭാഗത്താണ്, വീടിൻ്റെ എക്സ്റ്റീരിയർ ഫുജൈറയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണോ കഥ ഡിമാൻഡ് ചെയ്യണത്, ആ സബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്യുന്നതിൻ്റെ ആ ക്യാൻവാസിൻ്റെ വലുപ്പം എന്താണോ അത് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. മറ്റേതിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഒരു പാട്ടിടാം, അല്ലെങ്കിൽ ഒരു റൈഡ് കാണിച്ച് കുറച്ചും കൂടെ വേറെ സീനിക്കലി ആളുകളെ സ്റ്റൺ ചെയ്യിപ്പിക്കാം. ഇത്തരം സിനിമകൾ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ എഴുത്തിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യണം. കാരണം അത് ബോറടിക്കില്ല. കാരണം കാണുന്ന വിഷ്വൽ സെയിമാണ്, പക്ഷേ ഇമോഷൻ്റെ ആ റോളർ കോസ്റ്റർ പരിപാടി നടന്നാലാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് 1 നൈറ്റ്, 2 സിനിമ ഇപ്പോൾ ഏകദേശം 1 നൈറ്റായി മാറി. ഇപ്പോൾ സർക്യൂട്ടും കുറച്ച് നേരം കഴിഞ്ഞാൽ പിന്നെ 1 നൈറ്റ് ആണല്ലോ. അപ്പം 1 നൈറ്റ് പരിപാടി. പക്ഷേ ഇതൊന്നുമല്ല, ലോകത്ത് പല സിനിമകളുണ്ട്. ഒരു ശവപ്പെട്ടിയുടെ ഉള്ളിലിരുന്നു കൊണ്ടുള്ള ഞെട്ടിക്കുന്ന സിനിമയുണ്ട്, ഒരു ഫോൺ ബൂത്തിൽ നിന്നുകൊണ്ട് ഞെട്ടിക്കുന്ന സിനിമയുണ്ട്, അല്ലെങ്കിൽ ഒരു ഓഫീസിലെ ഒരു ഫോൺ എടുത്തുകൊണ്ട് ഒരു ഗാർഡിൻ്റെ ഒക്കെ സിനിമയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകളും സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ എബൌട്ട് ഇല്ലി എന്ന് പറഞ്ഞ പടമൊക്കെ ഒരു ബീച്ചും അതിനോട് ചേർന്നൊരു വീടുമാണ്. ഷട്ടറും ആ ഒരു മലയാളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിങ്കളാഴ്ച നിശ്ചയം ആ ഒരു കല്യാണ വീടാണ്. അപ്പോൾ കണ്ടൻറ്റ് എൻഗേജ് ചെയ്യിപ്പിക്കുക, അതിന് വേണ്ട ചേരുവകളെല്ലാം ചേർക്കുക എന്നുള്ളതാണ്. ഇനി താമര നമുക്ക് വ്യക്തി ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കാരണം സിനിമൻ്റെ ഇടയിൽ പിന്നെ അതും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ടല്ലോ. ഇപ്പോൾ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു, പിന്നെ കുടുംബത്തിൽ നിന്നൊക്കെ ഉള്ള അങ്ങനെ ഒരു പ്രചോദനം എന്ന് പറയാവുന്ന സിനിമയുടെ മേഖലയിലേക്കൊക്കെ കടന്നു വരാൻ നമുക്ക് നിമിത്തമായി മാറിയ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? കുടുംബം മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വേറെ രീതിയിലാണ് ആ മോട്ടിവേഷൻ കിട്ടിയുള്ളത്. ശരിക്കും നമ്മുടെ വീട്ടിൽ സിനിമ ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ കാണുന്നതൊക്കെ ഒരു വിലക്കപ്പെട്ട പരിപാടിയായിരുന്നു. അങ്ങനെ സിനിമ കണ്ടിരുന്നില്ല. അപ്പോൾ അവർ വിചാരിച്ചിരുന്നത് വെച്ചാൽ അതിൻ്റെ മറ്റൊരു നെഗറ്റീവ് വശത്തേക്കൊക്കെ പോവും എന്നുള്ള പേടിയൊക്കെ ആയിരുന്നു. എന്നിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഒരിക്കൽ എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞു, ഈ മൊബൈൽ ഫോണ് നമുക്ക് പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുക, നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ അതുപോലെ ഇപ്പോൾ നിനക്ക് ആ മീഡിയത്തിൽ എന്തെങ്കിലും അത് ശരിക്കും എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള സംസ്കാരവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പം അത് പറഞ്ഞപ്പോൾ എനിക്ക് അതിലൊരു ഇൻസ്പിറേഷൻ തോന്നി. ഇപ്പോൾ സിനിമ ചെയ്യേണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷേ ചെയ്യുന്നത് ഏത് രീതിയിലാണ് നീ യൂട്ടിലൈസ് ചെയ്യണത് അതിലൊന്ന് കോൺഷ്യസ് ആവണം. അപ്പോൾ എനിക്ക് ജീവിച്ചിരിക്കുമ്പോൾ അവർ കാണുമ്പോൾ അവർക്കൊന്നും ഒരിക്കലും മുഷിപ്പ് തോന്നാത്ത, അല്ലെങ്കിൽ അതിലെന്തോ ഉണ്ട്, ഈ പറയുന്ന പ്രമേയമൊക്കെ അത് പറയേണ്ടതാണ് എന്ന് അവർക്കും കൂടി പറയിപ്പിക്കുക എന്നുള്ളൊരു ഇതെനിക്ക് എപ്പോഴും ചിന്ത ഉണ്ടാവാറുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് 1001 ഇറങ്ങിയിട്ട് ഇപ്പോൾ സർക്യൂട്ട് ഇറങ്ങിയിട്ട് ഉപ്പൊക്കെ ഇപ്പോൾ എന്നോട് ചോദിക്കും ടെലഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട്, ഉപ്പാൻ്റെ ഗ്രൂപ്പിൽ കൊടുക്കാനാണ്. അപ്പോൾ ഇപ്പം അത് സിനിമ കാണിക്കുക. പിന്നെ ആ സമയത്ത് സലാംകൊടിത്തൂരിൻ്റെ ഒക്കെ ഹോം സിനിമകൾ വന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ വീട്ടിലൊരു ഇടം പിടിക്കാൻ തുടങ്ങി. ഇത്തരം സിനിമകൾ കാണുന്നുണ്ട്. പിന്നെ സക്കരിയുടെ ഹലാൽ ഇതൊക്കെ വന്നു തുടങ്ങിയപ്പോൾ
ഇതിനിങ്ങനെ ഒരു വശമുണ്ട്, നമ്മൾ ഈ കാണുന്ന കളറും കാര്യങ്ങളും അല്ല എന്നുള്ളതാണെന്നുള്ളതൊരു ഇത് വന്നു. അപ്പം അത്തരത്തിലുള്ള സിനിമകൾ ചെയ്യാനുള്ള ശ്രമം തുടങ്ങി. ഇപ്പം മമ്പാട് MES കോളേജിൽ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തുന്നു. അവിടെ നിന്നും പിന്നെ ഈ സ്വപ്നത്തിന് കുറേയും കൂടി ചിറക് വെക്കുകയാണ്. കോളേജും അതുപോലെ നമ്മൾ ഇൻസ്പയർ ചെയ്തുള്ള സ്ഥലമാണ്. കോളേജിൽ ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്തു. അവിടുത്തെ ഒരു ക്ലീനിങ് ആയിട്ടുള്ള ഒരു രാജേട്ടുണ്ട്. അപ്പോൾ പുള്ളീനെ വെച്ചുകൊണ്ട് ഇതുപോലൊരു വളരെ ചെറിയ ലിമിറ്റഡ് റിസോഴ്സ് വെച്ചൊരു ഷോർട്ട് ഫിലിം ചെയ്തു. അത് പക്ഷേ റിലീസ് ചെയ്യാൻ അപ്പോൾ അതൊരു അത്യാവശ്യം നന്നായി വന്നു. അപ്പോൾ അന്ന് പ്രിൻസിപ്പൾ, മമ്പാട് കോളേജ് വലിയ ക്യാമ്പസാണ്, 1500-2000 വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞു, സാധാരണ ഷോർട്ട് ഫിലിംസ് ചെയ്താൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണ് പ്രദർശനം നടക്കുക, നമ്മുടെ ഒരു ഹാളിലായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ പ്രിൻസിപ്പാൾ വെച്ചാൽ പ്രിൻസിപ്പാൾ പറഞ്ഞു, വേണ്ട, ഇത് പബ്ലിക്കായിട്ട് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചു എന്നാണ്. ശരിക്കും നമ്മുടെ ലൈഫിൽ ആദ്യത്തെ ബിഗ് സ്ക്രീൻ മൊമെൻ്റ് അതാണ്. ഇപ്പോൾ നാസർക്ക് 1001 കയ്യടി കിട്ടിയെന്ന് പറഞ്ഞ പോലെ അന്ന് ആ 7 മിനിറ്റുള്ള ഷോർട്ട് ഫിലിം കോളേജ് ഓഡിറ്റോറിയത്തിൽ പ്ലേ ചെയ്തപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ അടുത്ത കാലത്ത് ഷെയറൊക്കെ ചെയ്തിരുന്നു. അത് ഒന്നാമത് കോളേജിലുള്ളവർ അഭിനയിച്ച് അതിൽ ഇതുപോലൊരു കണ്ടൻറ് ഉണ്ട്. അതങ്ങ് കഴിഞ്ഞപ്പോൾ കോളേജ് മുഴുവൻ എഴുന്നേറ്റ് കൈയടിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ. നമ്മളൊരു സാധനം വൃത്തിയിൽ കഥ പറയുന്ന രീതിയിൽ ആളുകളെ കണക്റ്റ് ചെയ്താൽ അതിന് സ്വീകാര്യത ഉണ്ട് എന്നുള്ളത്, അതാണ് ഫസ്റ്റ് തിരിച്ചറിവുണ്ടായ ഒരു മൊമെൻ്റ്. അതാണ്. പിന്നെ അവിടെ നിന്നാണ് നേരെ ഗൾഫിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടായി. ഗൾഫിലേക്ക് മറ്റുള്ളവർ എല്ലാവരും വരുന്നത് പോലെ തന്നെ ഒരു ഉപജീവനം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ ആയിരുന്നു വന്നത്. അതല്ല പിന്നെ ആ വരുന്ന വിമാനത്തിൽ തന്നെ നമ്മുടെ ഉള്ളിലെ ഇതും കൂടി കൊണ്ടുപോകണം എന്നുള്ള തീരുമാനം കൂടി ഉണ്ടായിരുന്നു. ഇത് ഉപജീവനം ഫസ്റ്റ്, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ ഡിഗ്രി മാസ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞിട്ട് നാട്ടിൽ മീഡിയയിലോ മറ്റൊക്കെ വർക്ക് ചെയ്യാൻ, പക്ഷെ എന്നാലും എനിക്ക് വീടിൻ്റെ കാര്യം, ഫാമിലിയുടെ കാര്യം നോക്കണം. അപ്പോൾ ഉപജീവനം ഒരു ടോപ്പ് പ്രയോറിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഇതിനും പരിഗണന കൊടുത്തിരുന്നു. അപ്പോൾ ആ ഷോർട്ട് ഫിലിം ചെയ്ത് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് അത് ഒരാവശ്യമില്ലാതെ ചെയ്തത്. അതായത് ഇതെവിടെ കൊണ്ടുപോയി ഇടുക, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും മത്സരത്തിന് കൊടുക്കാനോ എന്ന് വിചാരിക്കാതെ, അതാണല്ലോ പാഷൻ. നമുക്കൊന്നും കിട്ടുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ടും നമ്മളൊരു സാധനം ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്തതാണ് ആ എത്രയും പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫിലിം. അതുപോലെ തന്നെ വാപ്പച്ചിക്ക് അതൊക്കെ. അപ്പം അത് ഇതിൻ്റെ ഒപ്പം തന്നെ കൊണ്ടു നടക്കണം. പിന്നെ ആ സമയത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പരസ്യം ഇഷ്ടമായതുകൊണ്ട് അന്ന് റാസൽ കെമിൽ റേഡിയോ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോകും. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ, അതായത് നമ്മുടെ ജോലി ചെയ്യുന്ന കടയുടെ അടുത്താണ് റേഡിയോ സ്റ്റേഷൻ. അപ്പോൾ ഞാൻ പോയിട്ട് ചോദിക്കും, ഞാൻ പരസ്യം എഴുതാൻ ഇവിടെ വരട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അവിടുത്തെ ആൾ തന്നെ എഴുതാൻ വന്നിരുന്നു, പൈസ ഒന്നും തരാൻ പറ്റില്ല, കാരണം ഇവിടെ അവതാരകർ തന്നെയാണ് പരസ്യം എഴുതാൻ. അപ്പോൾ എനിക്ക് ജോലി വേണം, ഒപ്പം ക്രിയേറ്റീവായിട്ടൊരു സാധനം ചെയ്യണം എന്നുള്ള ആ ഒരു ത്വരയും ആഗ്രഹം അത് ഒരിക്കലും വിട്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 2 നല്ല പടങ്ങൾ മലയാളത്തിന് നൽകാൻ സാധിച്ചു. ഇനിയും ഒരുപാട് പടങ്ങൾ നിർമ്മാണ വേഷത്തിലും തിരക്കഥാകൃത്തായിട്ടും അതോടൊപ്പം തന്നെ സംവിധായകനായിട്ടും ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് കൂടി പിന്നെ ഭാവുകങ്ങൾ നേരുകയാണ്. 2014 നമ്മൾ കണ്ടിട്ട് അന്നൊരു ഇൻ്റർവ്യൂ നടത്തി. ഇപ്പോൾ 11 കൊല്ലത്തിനിപ്പുറം നമ്മൾ കുറച്ചും കൂടി വലിയ താമറിനെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തു. ഇനിയും കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാനും വീണ്ടും ഇതേപോലെ സംസാരിച്ചിരിക്കാനും സാധിക്കട്ടെ എന്നും കൂടി ആശംസിക്കുകയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഈ ഭാഗ്യത്തിൻ്റെ ഒരു ഇതും കൂടെയാണ്. കാരണം അന്ന് നാസർക്കാക്ക് ഞാൻ ആരാന്ന് പോലും അറിയില്ല. അന്ന് അതുവഴി ഒരു കപ്പ് മേടിച്ച് വന്നാൽ എനിക്കന്ന് 21 വയസ്സായിട്ട് വന്നു. ഒരു കുട്ടീനെ കണ്ടപ്പോൾ നാസർക്ക സപ്പോർട്ട് ചെയ്തില്ല. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സപ്പോർട്ടിൻ്റെയും കൂടി റിസൾട്ടാണ് എന്തെങ്കിലും ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അതിന് സാധിക്കട്ടെ എന്ന് മാത്രം. താങ്ക് യു. താങ്ക് യു.